അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5 വക്ത് നിസ്കാരം നിലനിർത്തുന്നവർ അള്ളാഹു നൽകുന്ന 5 കാര്യങ്ങൾ, അനുഗ്രഹങ്ങൾ പറയാം. നിസ്കരിക്കാത്തവർക്ക് ദുനിയാവിലും മരണസമയത്തും ഖബറിൽ നിന്ന് പുറപ്പെടുമ്പോഴും അള്ളാഹു നൽകുന്ന ശിക്ഷകൾ, അതും പറയാം. എല്ലാം ചുരുക്കി പറഞ്ഞു തരട്ടോ ഇൻഷാ അല്ലാഹ്. 5 വക്ത് ഫർള് നിസ്കാരം നമുക്കെല്ലാം നിർബന്ധമാണ്. ഒഴിവാക്കിയാൽ ലഭിക്കുന്ന ശിക്ഷ കുറ്റമാണ്. ഫർള് നിസ്കാരം ഒഴിവാക്കി മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ സൽക്കർമ്മങ്ങൾ ഒന്നും തന്നെ സ്വീകരിക്കില്ല. എത്ര ദുആ ചെയ്താലും ഫലം ലഭിക്കില്ല. പ്രിയപ്പെട്ടവരെ, നിസ്കാരം കൃത്യമായി നിർവഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹു 5 കാര്യങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കും. 1. ജീവിതത്തിലെ ഇടുക്കം, പ്രയാസം, കുടസത, തടസ്സം എല്ലാം നീങ്ങും. 2. ഖബർ ശിക്ഷ ഒഴിവാക്കും. 3. നാളെ മഹ്ശറയിൽ വലത് കൈയിൽ കിതാബ് ലഭിക്കും. 4. സിറാത്ത് പാലത്തിലൂടെ മിന്നൽ വേഗതയിൽ കടക്കും. 5. വിചാരണ കൂടാതെ സ്വർഗത്തിൽ കടക്കും. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. നിസ്കരിക്കാതെ നടക്കുന്നവർക്ക്, നിസ്കാരത്തെ അവഗണിക്കുന്നവർക്ക്, പുച്ഛിക്കുന്നവർക്ക് ദുനിയാവിൽ ലഭിക്കുന്ന ശിക്ഷകൾ പറയാം. 1. അവന്റെ ആയുസ്സിൽ നിന്ന് ബറക്കത്ത് ഉയർത്തപ്പെടും. 2. മുഅ്മിനീന്റെ അടയാളത്തെ അവന്റെ മുഖത്ത് നിന്ന് മായ്ക്കപ്പെടും. 3. അവന്റെ മറ്റുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം ലഭിക്കില്ല. 4. അവന്റെ ദുആ ആകാശത്തേക്ക് ഉയരില്ല. 5. മറ്റുള്ള സ്വാലിഹീങ്ങളുടെ ദുആയിൽ അവൻ ഉൾപ്പെടില്ല. 6. അവന്റെ ഭക്ഷണത്തിൽ ബറക്കത്ത് ലഭിക്കില്ല. നിസ്കരിക്കാത്തവന് മരണസമയം ലഭിക്കുന്ന 3 ശിക്ഷകൾ പറയാം. 1. നിന്ദ്യനായി മരണപ്പെടും. 2. വിശന്നവനായി മരണപ്പെടും. 3. ദാഹിച്ചവനായി വളരെ പ്രയാസത്തിൽ മരണപ്പെടും. നിസ്കരിക്കാത്തവൻ മരിച്ചു കഴിഞ്ഞാൽ ഖബറിലെ 3 അവസ്ഥകൾ പറയാം. 1. അവന്റെ വാരിയെല്ലുകൾ കോർക്കപ്പെടുന്നത് വരെ ഖബറിനെ എടുക്കും. 2. ഖബറിൽ തീ കത്തിക്കപ്പെടും. 3. ശുജാഉൽ അഖ്റാ എന്ന പാമ്പിന്റെ ഉപദ്രവം ഏൽക്കേണ്ടി വരും. അവസാനമായി മഹ്ശറയിൽ എത്തിയാൽ 3 ശിക്ഷകളുണ്ട്. 1. കഠിനമായ വിചാരണ നേരിടും. 2. റബ്ബിന്റെ കോപവും ദോഷവും ഉണ്ടാകും. 3. നരകത്തിൽ കടക്കും. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. നിസ്കാരം നിർത്താൻ പരമാവധി നോക്കട്ടോ, ഒഴിവാക്കാതിരിക്കുക. ഇൻഷാ അല്ലാഹ് സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും നിസ്കാരം നിലനിർത്താൻ തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.